ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പിസ്സയാണ്. ഞാൻ ചിക്കൻ വെച്ചാണ് പിസ്സ തയ്യാറാക്കുന്നത്. അതുപോലെ ഞാൻ ഓവനിൽ വെച്ചല്ല ഉണ്ടാക്കുന്നത്. ഞാൻ പാനിൻ്റെ അകത്താണ് ഉണ്ടാക്കുന്നത്. ഫ്രൈങ് പാനിൻ്റെ അകത്താണ് ചിക്കൻ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മൈദപ്പൊടി 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ എന്താ വേണ്ട 1 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി ചൂട് വേണ്ട, ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കാം. നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എന്നാലും ഇത് നന്നായിട്ടൊന്ന് പൊന്തി വരത്തുള്ളൂ. നമ്മൾ ഇച്ചിരി ചൂടുള്ള പ്രതലത്തിൽ വെച്ച് വേണം വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് പൊന്തി വരത്തുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 200 ഗ്രാം ചിക്കൻ ഉണ്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നല്ല ജീരകമില്ലേ, ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇച്ചിരി സമയം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒരു 1-1.5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. അന്നേരത്തേക്ക് ഈ ചിക്കൻ്റെ ഈ പീസിലേക്ക് ഇതൊക്കെ ഒന്ന് പിടിക്കും കേട്ടോ. ഞാൻ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഞാനിത് ഏകദേശം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് തൈരിലിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്തോണ്ട് ഒരു നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും ഈ ചിക്കന്. ഒത്തിരി അങ്ങ് ഡ്രൈ ആയിരിക്കത്തില്ല. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ചിക്കൻ. നമുക്കിതെടുത്ത് മാറ്റി വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയും ഇട്ട് കൊടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഡോബ് നമുക്ക് നോക്കാം. നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന്, ഞാനിത് 2 പിസ്സയ്ക്കുള്ള മാവാണിത്. ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയെടുക്കുന്നേ. ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്കിത്
നമ്മൾ കൈ കൊണ്ട് നമുക്കിതിനെ ഷേപ്പാക്കി എടുക്കാം. നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. നമ്മൾ പാനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പാൻ ചൂടാക്കാൻ വെച്ച് ഞാൻ ഇതിലേക്ക് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡോ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ നമ്മൾ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഈ ടൊമാറ്റോ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടു നോക്കാം. ഞാനൊരു കേസിയാണ് വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം മതി. നമുക്കിതിലേക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആഡ് ചെയ്യാം. ഞാൻ അതിൽ കുറച്ച് ഒരു 2-3 സവോളയുടെ അല്ലി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കമാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആഡ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി ഒരു 2-3 ഒലിവും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ പിസ്സ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേറൊരു പാത്രം അതിൻ്റെ അടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പാത്രം വെച്ചിട്ട് നമുക്ക് ഈ പിസ്സ ആക്കി എടുക്കാം. അപ്പോൾ ഒത്തിരി സമയം എടുക്കും. ഇങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം. പക്ഷെ ഇതിൻ്റെ നമ്മൾ വെക്കുന്ന ഫ്ലെയിമിന് ചൂട് ഇച്ചിരി കുറച്ച് വെക്കും. നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം ഇതാക്കിയെടുക്കാൻ പാടും. നോക്കി നമ്മുടെ പിസ്സ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പിസ്സ റെസിപ്പിയാണിത്. അതുപോലെ വളരെ എളുപ്പമാണ്. നമ്മൾ ഓവനില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്